നമശിവായ. നമസ്കാരം. ഗീത ഹൃദയത്തിലേക്ക് എല്ലാ മിത്രങ്ങൾക്കും സ്വാഗതം. മന്നാഥ ശ്രീ ജഗന്നാഥ മദ്ഗുരു ശ്രീ ജഗദ്ഗുരു മതാത്മാ സർവഭൂതാത്മാ തസ്മൈ ശ്രീ ഗുരവേ നമഃ. നാം ഇപ്പോൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ജ്ഞാനകർമ്മ സന്യാസ യോഗം എന്ന അദ്ദേഹത്തിൻ്റെ 15-ാം ശ്ലോകം വരെയാണ് നാം കഴിഞ്ഞ ദിവസം ശ്രദ്ധിച്ചത്. അവിടെ നിന്ന് അവസാനമായി ശ്രദ്ധിച്ച ഭാഗം, ഭഗവാൻ പലതവണയായി ഇങ്ങനെ കർമ്മം ചെയ്യുവാൻ ഉപദേശിച്ചു കൊണ്ടിരിക്കുന്നു. ഇതിൽ എന്ത് അപൂർവതയാണുള്ളത്? കർമ്മം ചെയ്യുന്നത് ശ്രേഷ്ഠമാണെന്നത് സത്യം തന്നെ. ആർക്കാണ് അറിയാത്തത്? എന്നാൽ കർമ്മത്തിൽ ആർക്കും അനിഷ്ടമില്ല. പിന്നെ എന്തിന് വീണ്ടും വീണ്ടും കർമ്മം ചെയ്യാൻ ഭഗവാൻ ഉപദേശിക്കുന്നു എന്നൊരു ചോദ്യം, എന്നൊരു സംശയം മനസ്സിലുണ്ടാകാം. അതിനുള്ള ഉത്തരമാണ് അടുത്ത ശ്ലോകം 16. ശ്രദ്ധിക്കാം നമുക്ക്. കിം കർമ്മ കിമകർമ്മേതി കവയോ അപ്യത്ര മോഹിതാഃ തത്തേ കർമ്മ പ്രവക്ഷ്യാമി യജ്ഞാത്വാ മോക്ഷ്യസ്യേ അശുഭാത്. ഇതിൻ്റെ അർത്ഥം നോക്കുമ്പോൾ വാസ്തവത്തിൽ എന്താണ് കർമ്മം, എന്താണ് അകർമ്മം എന്നീ കാര്യങ്ങളിൽ ബുദ്ധിമാന്മാർ പോലും മോഹിതരായിത്തീരുന്നു. അതുകൊണ്ടാണ് ഞാൻ കർമ്മത്തെക്കുറിച്ച് നിനക്ക് വ്യാഖ്യാനിച്ചു തന്നത്. അതറിഞ്ഞാണ് അശുഭകർമ്മങ്ങളിൽ നിന്ന് മുക്തനാകുന്ന കർമ്മജ്ഞാനം എന്തെന്ന് നിനക്ക് ഞാൻ ഉപദേശിക്കുന്നത്. അപ്പോൾ ഒരു ചോദ്യം വരാം. ഇന്ദ്രിയങ്ങളുടെ വ്യാപാരമാണല്ലോ കർമ്മം, അത് ചെയ്യാതിരിക്കുന്നത് അകർമ്മവും. ഇതെല്ലാവർക്കും അറിയാവുന്നതാണെന്നിരിക്കെ ഇതിൽ എന്താണ് ഇത്ര ഗൂഢത? അതിനുള്ള ഉത്തരമാണ് അടുത്ത ശ്ലോകം 17. കർമ്മണോ ഹ്യപി ബോദ്ധവ്യം ബോദ്ധവ്യം ച വികർമ്മണഃ അകർമ്മണശ്ച ബോദ്ധവ്യം ഗഹന കർമ്മണോ ഗതി. എന്താ ഈ ശ്ലോകത്തിൽ പറയുന്നത്? തീർച്ചയായും ശാസ്ത്രവിദിതമായ കർമ്മങ്ങളെക്കുറിച്ച് അറിയേണ്ടതാണ്. കൂടാതെ ശാസ്ത്രത്തിൽ നിഷിദ്ധമായ കർമ്മങ്ങളെക്കുറിച്ചും അറിയേണ്ടതുണ്ട്. അതേപോലെ കർമ്മമില്ലാത്ത അവസ്ഥയെക്കുറിച്ചും അറിയേണ്ടത് തന്നെ. ഇങ്ങനെ കർമ്മങ്ങളുടെ ജ്ഞാനം വളരെയേറെ നിഗൂഢം തന്നെയാണ്. അതായത് കർമ്മങ്ങൾ 3 വിധത്തിലാണ്: കർമ്മം, വികർമ്മം, അകർമ്മം എന്നിങ്ങനെ ചെയ്യാൻ യോഗ്യമായവയാണ് കർമ്മങ്ങൾ. നമുക്ക് ചെയ്യാൻ യോഗ്യമായവയാണ് കർമ്മങ്ങൾ. ശാസ്ത്രം നിഷിദ്ധമെന്ന് കരുതുന്നതാണ് വികർമ്മം. വിധിയും നിഷേധവും ഇല്ലാത്ത കർമ്മങ്ങൾ അകർമ്മങ്ങളുമാണ്. സന്ധ്യാവന്ദനം, അഗ്നിഹോത്രം തുടങ്ങി ശമധമാദികളായ കർമ്മങ്ങൾ വരെ ശാസ്ത്ര പ്രതിപാദ്യമായ കാര്യങ്ങളാണ്. ഇവയെ നമുക്ക് കർമ്മത്തിൻ്റെ പട്ടികയിൽപ്പെടുത്താം. ഭ്രൂണഹത്യ തുടങ്ങിയ പാതകങ്ങൾ ശാസ്ത്ര നിഷിദ്ധമാകയാൽ വികർമ്മ ഗണത്തിൽപ്പെടുത്താം. എന്നാൽ വിധി നിഷേധങ്ങൾ ഒന്നുമില്ലാത്ത ഭക്ഷണം കഴിക്കുക, കുടിക്കുക, ഉറങ്ങുക തുടങ്ങിയ കർമ്മങ്ങളെ നമുക്ക് അകർമ്മങ്ങൾ എന്ന് വിളിക്കാം. ഇങ്ങനെ മുകളിൽ പറഞ്ഞ പ്രകാരം കർമ്മത്തിൻ്റെ ചാതുരി അറിയാത്തവർ അതിൻ്റെ ഗൂഢതയും ഉൾക്കൊള്ളുന്നില്ല. ഇവിടെ ശാസ്ത്രവിധി എന്ന് പറഞ്ഞത് വേദങ്ങളാണ്. കാരണം 3-ാം അധ്യായത്തിൽ ഭഗവാൻ കർമ്മ ബ്രഹ്മ ഉത്ഭവം 15-ാം ശ്ലോകത്തിൽ ആണെന്ന് തോന്നുന്നു പറഞ്ഞത് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. അതായത് കർമ്മങ്ങളെ വേദങ്ങളിൽ നിന്ന് ഉദ്ഭവിച്ചാണെന്ന് അറിയണമെന്നർത്ഥം. അതിനാലാണ് സ്മൃതി വേദ്യോ അഖില ധർമ്മമൂലം മനുസ്മൃതിയിൽ പറയുന്നത്. വേദമാണ് അഖില ധർമ്മത്തിൻ്റെയും വേരെന്ന് സാരം. വൈശേഷിക ദർശനത്തിലും ഇതേ കാര്യം പറയുന്നു.
എന്താ പറയുന്നത്, വേദങ്ങളിൽ ഈശ്വരൻ ഏതെല്ലാം ശുഭകർമ്മങ്ങൾ ചെയ്യാൻ ആജ്ഞ നൽകിയിട്ടുണ്ടോ ആ കർമ്മങ്ങൾ ചെയ്യുന്നതാണ് ധർമ്മം എന്ന് വൈശേഷിക ദർശനത്തിൽ പറയുന്നു. ഋഗ്വേദത്തിൽ ഒരു പ്രമാണം കൂടി ഭഗവാന്റെ ഈ വാക്കുകൾക്ക് നൽകാം. ജ്ഞാനികൾ ഈശ്വരനിലേക്ക് സഞ്ചരിക്കുന്നു, പ്രകാശത്താൽ കർത്തവ്യ മാർഗത്തിൽ പ്രേരിതരായിത്തീരുന്നു. അങ്ങനെ അവരുടെ ഇന്ദ്രിയ അശ്വങ്ങൾ ബന്ധനത്തിൽപ്പെടാതെ കർത്തവ്യ കർമ്മങ്ങളിൽ രമിക്കുകയും ചെയ്യുന്നു. പതഞ്ജലി മുനി യോഗസൂത്രത്തിൽ പറയുന്നതും ഇതുതന്നെ. വേദശാസ്ത്രാദി സദ്ഗ്രന്ഥങ്ങളിൽ തപസ്, സ്വാധ്യായം, ഈശ്വര ഭക്തി എന്നിവയാണ് ബ്രഹ്മപ്രാപ്തിക്ക് ആധാരമെന്ന് പറയുന്നു. അപ്പോൾ കർമ്മത്തിൻ്റെ കാര്യം, കർമ്മ എത്ര വിധത്തിലുണ്ടെന്നും എല്ലാം പറഞ്ഞത് മനസ്സിലായി കാണും എന്ന് വിശ്വസിക്കുന്നു. ഗുരു പാതാരവിന്ദങ്ങളിൽ സമർപ്പിക്കുന്നു. ഏവർക്കും നല്ലൊരു ദിവസം സർവീസിന് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ശുഭ സുദിനം.